ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തിയെന്ന് കണ്ടെത്തിയതായി ദേവസ്വം വിജിലൻസ്. പോറ്റിയുടെ നേതൃത്വത്തിലാണ് പണപ്പിരിവ് നടത്തിയതെന്നാണ് വിവരം. ശബരിമല സ്പോൺസർഷിപ്പിന്റെ പേരിലും പണപ്പിരിവ് നടത്തിയെന്ന് കണ്ടെത്തലിൽ പറയുന്നു. അതേസമയം തന്നെ വേട്ടയാടാനാണ് ശ്രമമെന്നും പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തിയതായി വിജിലൻസിന് സൂചന ലഭിച്ചു എന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ അങ്ങനെ ഉയർന്നു വന്നിരുന്നു. എന്നാലും അത് സ്ഥിരീകരിക്കാനൊന്നും ആയിട്ടില്ല. അത്തരത്തിലൊരു കണ്ടെത്തലുകളുടെ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അത്തരത്തിലൊരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നു. കൂടുതൽ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിക്കുന്നത് ഒരു വേട്ടയാടൽ ശ്രമമാണ്. എത്രത്തോളം, അല്ലെങ്കിൽ പൂർണ്ണമായും അതങ്ങനെ പറയാൻ സാധിക്കുമോ? കാളിദാസ്, ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണപ്പാളിയുടെ ചായം പൂശലും ഒപ്പം തന്നെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിന്റെ പിന്നിൽ ശക്തമായൊരു കോക്കസ് ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. ആ വിവരങ്ങൾ അനുസരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ്, അതുകൂടാതെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളിലൊക്കെ തന്നെ പുറത്തു നിന്ന് ആളുകളെ എത്തിക്കുന്നതിന്റെ ചുമതലയും ഒപ്പം ആളുകൾക്ക് ആവശ്യമായ ദർശനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ കണ്ണിയായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ മേൽശാന്തിയുടെ മുറിയിൽ കീഴ്ശാന്തിയുടെ മുറിയിലുമൊക്കെ സഹായിയായി എത്തിയതായിരുന്നു. പൂജാ സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ശബരിമലയിൽ എത്തിയതായിരുന്നു. പിന്നീട് അദ്ദേഹം വലിയ തരത്തിലുള്ള ബന്ധങ്ങൾ ഇതര സംസ്ഥാനത്ത് തീർത്ഥാടകരുമായി, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഭക്തന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കി. അതുവഴി അദ്ദേഹം ബാംഗ്ലൂരിൽ എത്തുകയായിരുന്നു. ബാംഗ്ലൂരിൽ ശ്രീരാമപുര എന്ന് പറയുന്ന സ്ഥലത്തെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുഖ്യ രക്ഷാധികാരികളിൽ ഒരാളായി പിന്നീട് അദ്ദേഹം മാറി. അവിടെ നിന്നാണ് ഈ ശബരിമലയ്ക്ക് സ്പോൺസർഷിപ്പിന് ഉള്ള ആളുകളെ കണ്ടെത്താനും ഇത്തരത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് കവചങ്ങൾ, സ്വർണ്ണ കവചങ്ങൾ പണിയുന്നതിന് ആവശ്യമായ ആളുകളെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. പക്ഷേ പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ബിനാമി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ ദ്വാരപാലക ശില്പം ആരാണ് നടക്കി വെച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും വ്യക്തതയില്ലെങ്കിൽ പോലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടക്കി വെച്ചു എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇത്തരം സാധനങ്ങൾ നടക്കി വെക്കുന്നതിന് പിന്നിൽ ഒരു ലോബി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ചില ആളുകൾ ശബരിമലയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ അല്ലെങ്കിൽ നേർച്ചകൾ ഒക്കെ നേരുന്ന പതിവുണ്ട്. അത്തരത്തിലുള്ള നേർച്ചകൾ ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കുന്ന ജോലി കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർവഹിച്ചിരുന്നു. അത്തരത്തിൽ ഒരു കാര്യമായിരുന്നു ഇത്തരത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണ കവച നിർമ്മാണവും അതിനെ തുടർന്നുള്ള ഈ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും. ഈ ആരോപണങ്ങൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2019 ഈ സ്വർണ്ണപാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോൾ ഇത് ചെമ്പിനകത്ത് സ്വർണം പൂശിയതായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ കണക്കോ തൂക്കമോ അല്ലെങ്കിൽ ഇത് ആരാണ് കൊണ്ടുവന്നോ എന്നുള്ള രേഖകളൊന്നും തന്നെ അന്നത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ മാനേജറോ ഒന്നും തന്നെ അവിടുത്തെ മഹസറിൽ എഴുതി രേഖപ്പെടുത്തുക. അതായത് ഒരു ഗ്രാം സ്വർണ്ണമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അവിടെ 3 തരം രജിസ്റ്ററുകളിൽ ഇത് രേഖപ്പെടുത്തണം. ഒന്ന് മഹസർ, 2 ആറോ ബുക്ക് എന്ന് പറയും. അതായത് ഈ രേഖപ്പെടുത്തുന്ന എന്റെ 3 കോപ്പികളിൽ ഒരെണ്ണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും, ഒരെണ്ണം സ്ട്രോങ് റൂമിലും, ഒരെണ്ണം ശബരിമലയിൽ സൂക്ഷിക്കും. അങ്ങനെ 3 തരത്തിലുള്ള രേഖകൾ തയ്യാറാക്കി വെക്കേണ്ടത് ഒരു പതിവാണ്. ഇത്തരത്തിൽ ഒരു രേഖകളും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുകയോ നടത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ രേഖകളുണ്ട്. ഇത്തരത്തിൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണ്ണ കവചം നേർച്ചയായി ലഭിച്ചു. പക്ഷെ ആരാണ് ഇത് നടക്കി വെച്ചതെന്നോ ഇതുമായി ബന്ധപ്പെട്ട ആളിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്തിയില്ല. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിന് നിറം മങ്ങലേൽക്കുന്നതും. അത് പിന്നീട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, അതായത് ശബരിമലയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശബരിമല സന്നിധാനത്ത് ഏതെങ്കിലും വസ്തുക്കളുടെ അത് ശുചിയാക്കാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നവീകരണങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ പുതുക്കി പണിയുന്നതിനോ ഒക്കെ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അനുമതി ഉണ്ടായിരിക്കണം. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് 2019 ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇത് പുതുക്കി പണിയുകയും പിന്നീട് വീണ്ടും ഇത് പുതുക്കി പണിയാൻ കൊണ്ടുപോയപ്പോഴാണ് ഇത് കോടതി ഇടപെടുകയും അത് വലിയ തരത്തിലുള്ള ഒരു ചർച്ചയായി മാറുകയും ചെയ്തത്. ഇതിനിടയിൽ ഈ സ്വർണ്ണ ഈ കവചം അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണം പൂശിയ കവചം ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് വെക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ സ്വർണ്ണ കവചത്തിന് മുന്നിലെത്തി പ്രാർത്ഥിച്ച് ദക്ഷിണയായി ലക്ഷക്കണക്കിന് രൂപ നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ ദ്വാരപാലക ശില്പത്തിന്റെ കവചങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവന്നു
എന്നും പറയുന്നുണ്ട്. അതിൽ വ്യക്തത ഇപ്പോഴും ഇല്ല. ഇത്തരം കള്ളക്കളികൾ നടന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു നീക്കം നടത്താൻ കഴിയില്ല. ഇതിന് പിന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ കഥകളെ കുറിച്ച് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് തന്നെ വിളിച്ചു പറയുന്നു, തന്നെ വേട്ടയാടാൻ ശ്രമിക്കേണ്ട, താൻ പറയാനുള്ളതെല്ലാം കോടതിയിൽ തുറന്നു പറയുമെന്നുള്ളത്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ശരിയായ ദിശയിലും ഗതിയിലും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൂടി പിടിയിലാകുമെന്നുള്ളത് ഉറപ്പാണ്. കാളിദാസ് ാണ് ദേവസ്വം മന്ത്രി പറഞ്ഞതനുസരിച്ച് അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിച്ചത്ത് വരും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ചില പേരുകളൊക്കെ ദേവസ്വം വിജിലൻസിനും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ബിനാമി എന്നുള്ള പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു സ്പോൺസറായി പ്രത്യക്ഷത്തിൽ പറയപ്പെടുന്നത് എന്നുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വേട്ടയാടൽ ശ്രമമാണ് തനിക്ക് നേരെയുള്ളത്. തനിക്കറിയുന്നത്, തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.